12/1/2024 നടന്ന APJ Abdul Kalam Technological University first semester BTech degree regular and supplementary examination December 2023-2019 scheme EST 110 Engineering Graphics question paper discussion ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടാണിത്. വാല്യുവേഷനൊക്കെ കഴിഞ്ഞ് ഫൈനൽ ആൻസർ കീ കിട്ടിയതിന് ശേഷം കീ ബേസ് ചെയ്ത് വീഡിയോ ചെയ്യാമെന്നായിരുന്നു ഉദ്ദേശിച്ചത്. ബട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കുട്ടികൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയതിനാൽ നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. KTU 2019 സ്കീം 8ാമത്തെ റെഗുലർ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. കഴിഞ്ഞ 7 ക്വസ്റ്റ്യൻസുമായി കമ്പയർ ചെയ്യുമ്പോൾ നിരാശപ്പെടുത്തിയ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ടഫ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടല്ല, മറിച്ച് കുട്ടികളെ അനാവശ്യമായി കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന A4 പേപ്പറിനേക്കാൾ ചെറുതായ ആൻസർ ബുക്ക്ലെറ്റിൽ ആണ് വരയ്ക്കുന്നത് എന്ന് പോലും കൺസിഡർ ചെയ്യാതെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. സ്പേസിങ്ങിൻ്റെ ഇഷ്യൂ പല കുട്ടികളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കെയിൽ ചെയ്യാം അറിയാം, ബട്ട് സ്കെയിൽ ചെയ്താൽ വളരെ ചെറുതായി പോവുകയും ചെയ്യുന്നു. ട്രൂ സ്കെയിലിൽ വരയ്ക്കുമ്പോൾ അത് പേജിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. വരച്ച് നോക്കുമ്പോൾ എനിക്കും അതൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മൊഡ്യൂൾ 1ലെയും മൊഡ്യൂൾ 2ലെയും ക്വസ്റ്റ്യൻസൊക്കെ ചോയ്സ് സിമിലർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓപ്ഷൻ കൊടുക്കുന്നത് പിന്നതിനാണ്. ഓപ്ഷൻസ് കൊടുക്കുന്നത് തന്നെ ഒരു കുട്ടിക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ഓപ്ഷനായിട്ട് വേറൊരു പാർട്ടിൽ നിന്നാണല്ലോ ക്വസ്റ്റ്യൻസ് വരാറ്. അത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. ബട്ട് ഇത് സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനും അതിൻ്റെ ഓപ്ഷനായിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യനും വരുമ്പോൾ ആ ഓപ്ഷൻ, ആ ചോയ്സ്, അതിൻ്റെ മീനിങ് തന്നെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൻ്റെ പ്രത്യേകത ക്വസ്റ്റ്യൻ നമ്പർ 1 and 2 രണ്ടും സിമിലർ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 1ൽ C' Cയും 1 എൻഡ് XY ലൈന് താഴെയാണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2ൽ M' Mഉം XY ലൈന് മുകളിലാണ് വരുന്നത്. രണ്ട് കേസിലും അതർ എൻഡ്, അതായത് Dയും Nഉം തേർഡ് ക്വാഡ്രൻ്റാണ്. അതായത് സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പ്രൊജക്ഷൻ ഓഫ് ലൈൻസിൽ ട്രൂ ലെങ്ത്, ട്രൂ ഇൻക്ലിനേഷൻ തന്നിട്ട് ഫൈനൽ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ വരയ്ക്കുന്ന ഫസ്റ്റ് ക്വാഡ്രൻ്റിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. റൊട്ടേറ്റിംഗ് പ്ലെയിൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ട്. ട്രേസ് ഗിവൺ പ്രോബ്ലംസ് ഉണ്ട്. മിഡ് പോയിൻ്റ് തന്നിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. പുതിയ സ്കീമിൽ ഇതുവരെ ചോദിച്ചില്ലെങ്കിലും അപ്ലിക്കേഷൻ ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്. അതായത് ഒരു ബൾബിൻ്റെ ഒക്കെ പൊസിഷൻ തന്നിട്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് കാണുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉള്ള ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനായിട്ട് അതേ സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ശരിയായില്ല എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. കാരണം ചോയ്സിൻ്റെ മീനിങ് അവിടെ പോകുന്നുണ്ട്. എനിവേ ഈ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് θ ട്രൂ ലെങ്ത് A' തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രൻ്റിൽ അതെങ്ങനെ ചെയ്യുന്നു എന്ന് അറിയുന്ന ഒരാൾക്ക് അത് ജനറൽ ഫിഗറായിട്ടൊരു റെഫറൻസ് ഫിഗറായിട്ട് സൈഡിൽ വരയ്ക്കുകയാണെങ്കിൽ ഈ രണ്ട് പ്രോബ്ലംസ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ബട്ട് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഒരു ഡാറ്റ എക്സ്ട്രാ തന്നതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ കുട്ടികൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ എലിവേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ CD ഈസ് 65 mm long. C is 15 mm below HP and is 30 mm in front of EP. D is 55 mm below HP and is in third quadrant. Draw the projections of line CD if the line is inclined 30 degree to HP. Find out its true length and true inclination with respect to VP. ഇവിടെ ഗിവൺ ഡാറ്റാസ് നോക്കാം. C', D', അതായത് എലിവേഷൻ ഫ്രണ്ട് വ്യൂ ഈസ് 65 mm. 1 end C is 15 mm below HP. That means 15 mm below XY line. C is 30 mm in front of EP. അതായത് C XY ലൈന് താഴെ 30 mm C' ലൊക്കേറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് എൻഡ് C ഈസ് ഇൻ ഫോർത്ത് ക്വാഡ്രൻ്റ് ആണ്. നെക്സ്റ്റ് തന്നിരിക്കുന്നു അതർ എൻഡ് D 65 mm ബിലോ HP. ദാറ്റ് മീൻസ് 65 mm ബിലോ XY ലൈൻ. പിന്നെ തന്നിരിക്കുന്നു എൻഡ് D ഈസ് ഇൻ തേർഡ് ക്വാഡ്രൻ്റ്. ദാറ്റ് മീൻസ് ഓൾറെഡി ബിലോ HP തന്നു. അപ്പോൾ ബിലോ HP ആൻഡ് ബിഹൈൻഡ് VP ആണ് തേർഡ് ക്വാഡ്രൻ്റ്. അതുകൊണ്ട് D XY ലൈനിന് മുകളിലായിരിക്കണം. ഈ ഡയറക്ഷനിലോട്ടേക്ക് D എടുക്കണം. ഇൻക്ലിനേഷൻ ഒക്കെ എടുക്കുമ്പോൾ ഈ ഡയറക്ഷനിലേക്ക് എടുക്കണം എന്നാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഗിവൺ θ ഈക്വൽ ടു ഇൻക്ലിനേഷൻ വിത്ത് HP ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ ഇത്രയും ഡാറ്റാസാണ് തന്നിരിക്കുന്നത്. ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് C', C, D' ആൻഡ് ഇൻക്ലിനേഷൻ വിത്ത് HP. ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ട്രൂ ലെങ്ത്, അതായത് A', B1' ഓർ AB2, ഇൻക്ലിനേഷൻ വിത്ത് VP. ഇത് രണ്ടാണ്
ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് ഇവിടെ കാണുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം ജസ്റ്റ് പറഞ്ഞുതരാം. അതിന് നമ്മൾ റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡിൻ്റെ ജനറൽ ഫിഗർ അറിഞ്ഞിരിക്കണം. അതായത് തീറ്റ, ഫൈ, ട്രൂ ലെങ്ത്, ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി, ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് വി പി, ട്രൂ ലെങ്ത്, എ ഡാഷ് എ, അത് നമ്മളിവിടെ സി ഡാഷ് സി ആയിട്ട് എടുക്കുന്നു. ഇത്രയും ഡാറ്റ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ലൈൻ റൊട്ടേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് ലൈനിൻ്റെ പ്രോബ്ലം ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റഫായിട്ട് സൈഡിൽ വരയ്ക്കുക. സി ഡാഷ് ലൊക്കേറ്റ് ചെയ്തു. അത് ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ ചെയ്യാം. നമുക്കത് ഇതിൽ നിന്നിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. സി ഡാഷിലൂടെയും സിയിലൂടെയും ലോക്കസ് ലൈൻ വരയ്ക്കുന്നു. നമുക്ക് തീറ്റ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ഗിവൺ എന്നുള്ള അസംഷനിൽ തീറ്റ ഡിഗ്രിയിൽ ട്രൂ ലെങ്തിൽ D1 ഡാഷ് വരയ്ക്കുന്നു. സി ഡാഷ് D1 ഡാഷ് വരയ്ക്കുന്നു. സി ഡാഷ് D1 ഡാഷിൻ്റെ ടോപ്പ് വ്യൂ സി D1 XY ലൈന് പാരലാണ്. അത് ലൊക്കേറ്റ് ചെയ്തു. ഇനി ഇൻക്ലിനേഷൻ വിത്ത് വി പി കൺസിഡർ ചെയ്യുന്നു. ട്രൂ ലെങ്ത് എടുക്കുന്നു. അതായത് ലൈൻ പാരൽ ടു വി പി എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അത് 5 ഡിഗ്രി എടുക്കുന്നു. അത് തീറ്റയേക്കാൾ കൂടുതലോ കുറവോ എടുക്കണം, അല്ലെങ്കിൽ ഒരു പോയിന്റിൽ വന്ന് നിൽക്കും. ഞാൻ തീറ്റയേക്കാൾ കുറച്ച് കൂടുതലായിട്ട് ഇവിടെ ട്രൂ ലെങ്ത് 5 ഡിഗ്രിയിൽ എടുത്തു. ഇത് D2 വേറൊരു പൊസിഷൻ ആയതുകൊണ്ട് D2 ആണ്. D2ൻ്റെ ഫ്രണ്ട് വ്യൂ D2 ഡാഷ്. ഓക്കെ, D1 ഡാഷിൻ്റെ ലോക്കസിലൂടെ ലൈൻ വരയ്ക്കുക. D2യുടെ ലോക്കസിലൂടെ ലൈൻ വരയ്ക്കുക. നമുക്കറിയാം D ഡാഷ് ഈ ലൈനിലായിരിക്കും, D ഈ ലൈനിലായിരിക്കും എന്നറിയാം. അതിന് ടോപ്പ് വ്യൂയുടെ ലെങ്ത് CD1 ഈക്വൽ ടു CD എന്നറിയാം. അപ്പോൾ ഇവിടത്തേക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് D കിട്ടുന്നു. അപ്പോൾ ഇതിനെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ D ഡാഷ് കിട്ടും. അല്ലെങ്കിൽ ഈ സി ഡാഷ് D2 ഡാഷിനെ റൊട്ടേറ്റ് ചെയ്താലും ഇവിടെ D ഡാഷ് കിട്ടും. ഈ ഫിഗർ അറിയെങ്കിൽ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ അതിനെ ഞാനിവിടെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം. ഒന്നുകൂടെ റഫായി വരയ്ക്കാം. ഫസ്റ്റ് XY ലൈൻ വരയ്ക്കുക. അതിൽ ഈ 2 പോയിൻറ്റും സി ഡാഷും സിയും മാർക്ക് ചെയ്യുക. സി ഡാഷ് വരയ്ക്കുന്നു. സി ഡാഷിലൂടെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. അടുത്തത് സി വരയ്ക്കുക. അതിലൂടെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. സി ഡാഷ് 15 mm ബിലോയും സി 30 mm ഇൻ ഫ്രണ്ട്, അതായത് 30 mm ബിലോ XY ലൈനായിട്ട് എടുക്കേണ്ടത്. ഇത്രയും ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 മാർക്ക് കിട്ടും. ഇനി ഒരു ഡാറ്റയും കൂടെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ട്. അത് D ഡാഷാണ്. അത് 65 mm ബിലോ എച്ച് പി ആണ്. അപ്പോൾ 65 mm XY ലൈനിന് താഴെ 65 എടുത്തിട്ട് D ഡാഷിൻ്റെ ലോക്കസ് വരയ്ക്കുക. ഇത് 65 ആണ്. ഓക്കെ, ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് സി ഡാഷ് D ഡാഷ് ലെങ്ത് 65 ആണ്. അതായത് ഇവിടെ കാണുന്ന ഈ സി ഡാഷ് D ഡാഷ് ഇവിടെ മുകളിലോട്ടേക്കാണ്. ബട്ട് അവിടെ നോക്കണ്ട, നമ്മുടെ സി ഡാഷ് ഇതാണ്. D ഡാഷിൻ്റെ ലോക്കസ് തന്നിട്ടുണ്ട്. സി ഡാഷ് D ഡാഷ് ലെങ്ത് 65 തന്നിട്ടുണ്ട്. അപ്പോൾ 65ൽ ഇതിലേക്ക് ആർക്ക് കട്ട് ചെയ്താൽ നമുക്കിവിടെ D ഡാഷ് കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്കിവിടെ D ഡാഷ് കിട്ടി. ഇത്രയും നമ്മൾ ചെയ്തു. ഇനി D ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം D ഡാഷും Dയും സെയിം ലൈനിലാണ്. Dയുടെ ലൈന് വരച്ചേക്കാം. ഓക്കെ, ഈ ലൈനിൽ എവിടെയായിരിക്കും D വരിക? അത് മുകളിലാണെന്ന് ഉറപ്പാണ്. കാരണം എൻ്റെ D ഈസ് ഇൻ തേർഡ് ക്വാഡ്രൻറ്റ് എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ബിഹൈൻഡ് വി പി ആകുമ്പോൾ D മുകളിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ XY ലൈന് മുകളിൽ ഇവിടെ എവിടെയായിരിക്കും D കിട്ടുക അറിയാം. ഓക്കെ, ഇനി നമുക്ക് എന്താ എക്സ്ട്രാ തന്നു നോക്കാം. നമുക്ക് തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി തന്നു. അതായത് ഇവിടുത്തെ ഈ തീറ്റ തന്നു. തീറ്റ ഡിഗ്രി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സി ഡാഷ് D1 ഡാഷ് കിട്ടും. ഓക്കെ, സി ഡാഷ് എന്ന് തീറ്റ 30 ഡിഗ്രി ലൈൻ വരയ്ക്കുമ്പോൾ, ഇവിടെ 30 ഡിഗ്രി എടുത്ത് ലൈൻ വരയ്ക്കുമ്പോൾ നമുക്കിവിടെ D1 ഡാഷ് കിട്ടും. ഓക്കെ, ആ D1 ഡാഷ് കിട്ടുമ്പോൾ ഈ സി ഡാഷ് D1 ഡാഷ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ ലെങ്ത് കിട്ടും. അതെനിക്ക് 80 ആണ് കിട്ടിയിരിക്കുന്നത്. അത് ഒരു ആൻസറായി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സി ഡാഷ് സി D ഡാഷ് ഇത്രയും ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 മാർക്ക് വരെയാണ് സാധാരണ ആൻസർ കീയിൽ വരാറുള്ളത്. ഈ ആൻസർ കീയുടെ ഡ്രാഫ്റ്റ് കീ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം വരെ വന്നിട്ടില്ല. അപ്പോൾ അതിലെന്തൊക്കെയാണ് ഇരിക്കുന്നുള്ള കാര്യം വന്നാലേ മനസ്സിലാവും. യൂഷ്വലി ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 3 മാർക്ക് കിട്ടും. സി ഡാഷ് D ഡാഷ് ഫ്രണ്ട് വ്യൂ വരച്ച് കഴിഞ്ഞാൽ അത് 2 to 3 മാർക്ക്, ഒരു 5-6 മാർക്കോളം ഈ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. സി ഡാഷ് D ഡാഷ് വരെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇനി സി ഡാഷ് D1 ഡാഷ് കൂടെ ചെയ്യുമ്പോൾ ട്രൂ ലെങ്ത് കൂടെ നമ്മൾ ഫൈൻഡ് ചെയ്ത് ഒരു ആൻസറിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു 8 to 9 മാർക്ക് ടോട്ടൽ കിട്ടേണ്ടതാണ്. ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് D ആണ്. സി ഇവിടെയാണെന്നറിയാം. D കിട്ടണം. Dയുടെ ലൈൻ ഇതാണെന്നറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. ഇവിടെ നമുക്ക് D1 ഡാഷ് അറിഞ്ഞു കഴിഞ്ഞാൽ D എങ്ങനെയാണ് കിട്ടുന്നത്? D1 ഡാഷിൻ്റെ ടോപ്പ് വ്യൂ ആണ് D1. അതായത് സിയുടെ ലൈനിലേക്ക് D1 ഡാഷിനെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ D1 കിട്ടും. ഓക്കെ, അപ്പോൾ D1 ഡാഷിനെ സിയുടെ ലൈനിലേക്ക്, ഇതാണ് സിയുടെ ലൈൻ, ഇവിടെയാണെന്ന് മാത്രം. ഓക്കെ, ഈ ഫിഗർ നോക്കിയിട്ട് തന്നെ ചെയ്താൽ മതി. ഈ കിട്ടുന്ന പോയിൻ്റാണെന്ത്? D1. അങ്ങനെ ഇവിടെ D1 കിട്ടി. ഇനി ഈ D1 Dയുടെ ലോക്കസിലേക്ക് ആർക്ക് വരച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ D1 ഈക്വൽ ടു CD ആണ്. ഓക്കെ, നമ്മളിവിടെ താഴോട്ടേക്ക് ആർക്ക് വരച്ച് CD കണ്ടു. ഇവിടെ താഴോട്ടേക്കല്ല,
നമ്മൾ ഏതിലേക്ക് വരയ്ക്കണം? ഈ ലൈനിലോട്ടേക്ക്. ഈ ലൈൻ ഓൾറെഡി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് CD1 റേഡിയസിൽ, അതായത് ഈ റേഡിയസിൽ ഇവിടെ ഇങ്ങനെ ആർക്ക് വരയ്ക്കുമ്പോൾ ഇതിവിടെ വന്ന് മീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ D കിട്ടും. നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയി. D കിട്ടിക്കഴിഞ്ഞാൽ C' ആയിട്ട് ജോയിൻ ചെയ്യരുത്, CD ജോയിൻ ചെയ്യാം. ഓക്കെ, CD ജോയിൻ ചെയ്യാം. CD ജോയിൻ ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ട്രൂ ലെങ്ത് ആൻഡ് ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് VP ആണ്. എന്ന് പറഞ്ഞാൽ CD2 ആണ്. CD2 ഓൾറെഡി C'D1' കിട്ടിയിട്ടുണ്ട്. അത് 80 ആണ്. ആ 80 എടുത്തിട്ട് ഇവിടെ ആർക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ ലെങ്ത് കിട്ടും. അല്ലെങ്കിൽ ഈ C'D' ഇവിടെ കാണുന്ന ഈ ലൈനെ റൊട്ടേറ്റ് ചെയ്ത് D2' കണ്ടാൽ D2 കിട്ടും. ഓക്കെ, അതും നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് തന്നെയാണ്. നമുക്ക് D2 കിട്ടണമെങ്കിൽ C'D' റൊട്ടേറ്റ് ചെയ്ത് XY ലൈന് പാരലാക്കുന്നു. D2' കാണുന്നു. D2' Dയുടെ ലോക്കസിലേക്ക് ലൈൻ വരയ്ക്കുന്നു. അത് തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. അപ്പോൾ ഈ റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ്, ഈ ഒരു ഫിഗർ അറിയെങ്കിൽ അതിനെ കമ്പയർ ചെയ്തിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഏത് ക്വാഡ്രൻറ്റിലെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തപ്പോൾ ആൻസർ ട്രൂ ലെങ്ത് ഈക്വൽ ടു 80, ഫൈ ഈക്വൽ ടു 36 ഡിഗ്രി എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ സ്കീം ഇങ്ങനെയാണ് വരാൻ സാധ്യത. C', ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 to 4 മാർക്സ്. C', D' ആണ് അടുത്ത വരയ്ക്കാനുള്ളത്, അതിനൊരു 2 മാർക്ക്. C', D1' വരച്ചാൽ 2 മാർക്ക്. പിന്നെ ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കുമ്പോൾ ബാക്കി മാർക്കും കൂടെ കിട്ടും. ഇനി സെക്കൻഡ് ക്വസ്റ്റിലേക്ക് പോവാം. ദ ഫ്രണ്ട് വ്യൂ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ MN which is 75 mm long is 70 mm and is inclined 40 degree to the XY line. The end point M is 20 mm above HP and is 35 mm behind VP. The other end N is 25 mm below HP and is in the third quadrant. Find out the true length and true inclinations of the line with HP and VP. Question number 2. ഇതിൽ 6 ഡാറ്റാസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നിരിക്കുന്നു ട്രൂ ലെങ്ത് M'N1' ഈക്വൽ ടു MM2 ഈക്വൽ ടു 75. ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് M'N' ഈക്വൽ ടു 70. ആൽഫ ഇൻക്ലിനേഷൻ ഓഫ് M'N' ഈക്വൽ ടു 40 ഡിഗ്രി. M' 20 mm above HP, that means 20 mm above XY line. M 35 mm behind VP, that is end M is in second quadrant. 35 mm മുകളിലായിട്ട് N. N' 25 mm below HP. N' XY ലൈനിന് 25 mm താഴെയായിട്ട് ഇവിടെ കിട്ടും. പിന്നെ തന്നിരിക്കുന്നു N തേർഡ് ക്വാഡ്രൻറ്റിലാണ്, ദാറ്റ് മീൻസ് 25 mm ബിലോ ആണ്. അടുത്തത് XY ലൈനിന് മുകളിലായിരിക്കണം, അതായത് ബിഹൈൻഡ് ആയിരിക്കണം N കിട്ടേണ്ടത്. പിന്നെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഫൈൻ ട്രൂ ലെങ്ത്, അത് ഓൾറെഡി തന്നിട്ടുണ്ട്. പിന്നീട് എന്തിനാണ് ചോദിച്ചതെന്ന് മനസ്സിലായില്ല. അത് 75 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് ഫൈ ആൻഡ് തീറ്റ മാത്രമാണ്, അതായത് ഇൻക്ലിനേഷൻ വിത്ത് HPയും ഇൻക്ലിനേഷൻ വിത്ത് VPയും ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ഈ പ്രോബ്ലവും നേരത്തെ പ്രോബ്ലം ചെയ്ത അതേ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. നമുക്കതുപോലെ ഒന്ന് നോക്കാം. സെയിം ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഇവിടെ ആകെ ഡിഫറൻസ് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് M എന്നതാണ്. നേരത്തെ പ്രോബ്ലത്തിൽ അത് ഫോർത്ത് ക്വാഡ്രൻറ്റിലായിരുന്നു. ബാക്കിയൊക്കെ സെയിം ആണ്. ഇവിടെ M', N' യൂസ് ചെയ്തിട്ട് ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് HP ആൻഡ് VP, തീറ്റ ആൻഡ് ഫൈ, ട്രൂ ലെങ്ത് തന്നു കഴിഞ്ഞാലുള്ള ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെ വരയ്ക്കുന്നു എന്ന് ഇവിടെ സൈഡിൽ വരയ്ക്കുക. അത് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ബട്ട് ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് ആറാമത്തെ ഒരു ഡാറ്റയാണ്. അത് ഒരു ഡാറ്റ 2 പ്രാവശ്യം തന്നിട്ടുണ്ട്. അതായത് ഫ്രണ്ട് വ്യൂ വരയ്ക്കാനുള്ള ഡാറ്റ 2 പ്രാവശ്യം തന്നിട്ടുണ്ട്. അതിനെ ഒന്ന് യൂസ് ചെയ്താൽ മതി. നമുക്കിത് ചെയ്ത് നോക്കാം. ഫസ്റ്റ് M' എബോ XY ലൈൻ ആണെന്നും M ബിലോ XY ലൈൻ ആണെന്നും, അതായത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ അസംഷനിൽ M' ലൈനിൻ്റെ ലോക്കസ് വരയ്ക്കുന്നു. M' N1' തീറ്റ ഡിഗ്രിയിൽ ട്രൂ ലെങ്തിൽ വരയ്ക്കുന്നു. അതിൻ്റെ ടോപ്പ് വ്യൂ N1. ഇനി 5 ഡിഗ്രിയിൽ സെയിം ട്രൂ ലെങ്ത് തന്നെ ഇൻക്ലിനേഷൻ വിത്ത് VPയിൽ N2 വരയ്ക്കുന്നു. N2യുടെ ഫ്രണ്ട് വ്യൂ N2' M' ലൈനിലായിരിക്കും. M' N2' റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ N' കിട്ടും. അങ്ങനെ M' N' ഫൈനൽ ഫ്രണ്ട് വ്യൂ കിട്ടി. ഇതിൻ്റെ ടോപ്പ് വ്യൂ N' സെയിം പ്രൊജക്ടർ ലൈനിലാണ്. ഇവിടെ MN കിട്ടി. അല്ലെങ്കിൽ N1 റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് N2ൻ്റെ ലോക്കസിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ N കിട്ടും. ഇത് നമുക്കറിയാം. ഓക്കെ, ഇത് സൈഡിൽ വെച്ചുകൊണ്ട് നമ്മളിവിടെ ചെയ്ത പോലെ ചെയ്യുകയാണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുകയാണ്. ഫസ്റ്റ്
എക്സ് വൈ ലൈൻ വരയ്ക്കുക. ഗിവൺ ഡാറ്റാസ് ഇവിടെ തന്നിരിക്കുന്ന എം ഡാഷ് 20 mm എബോ ആണ്. ഓക്കെ, എം ഡാഷിന് ലോക്കസ് വരച്ചു. ഇനി എം 35 mm ബിഹൈൻഡ് ആണ്. ഓക്കെ, അപ്പോൾ എം 35 mm എബോ എക്സ് വൈ ലൈൻ ആയിരിക്കും. അങ്ങനെ നമ്മൾ എം ഡാഷും എമ്മും ലൊക്കേറ്റ് ചെയ്തു. ഇതാണ് എം ഡാഷ്, ഇതാണ് എം. ഇത്ര ചെയ്താൽ 2 മാർക്ക് കിട്ടും. നെക്സ്റ്റ് തന്നിരിക്കുന്ന ഡാറ്റ എൻ ഡാഷ് ആണ്. അത് 25 mm ബിലോ എക്സ് വൈ ലൈൻ. നേരത്തെ ക്വസ്റ്റിന് സിമിലർ ആയിട്ട് തന്നെയാണ് ഇതും വരുന്നത്. 25 mm ബിലോ എന്ന് പറഞ്ഞാൽ 25 mm ബിലോ എച്ച് പി. അപ്പോൾ 25 mm ബിലോ ആയിട്ട് എൻ ഡാഷിൻ്റെ ലോക്കസും വരയ്ക്കുന്നു. ഇത്രയും വരച്ച് വെച്ചു. ഇത്രയും വരച്ച് വെച്ചാൽ 3 ഡാറ്റ നമ്മൾ പ്ലോട്ട് ചെയ്തു. 3 to 4 മാർക്സ് കിട്ടേണ്ടതാണ്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് 70 എന്ന് തന്നിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂയുടെ ആംഗിൾ 40 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ എനിക്ക് 6 ഡാറ്റ തന്ന കാര്യം എന്നോട് വിട്ടുപോയി. ഞാൻ ആദ്യം കണ്ട ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് 70 എടുത്ത് വരയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് 70 ഇവിടെ കട്ട് ചെയ്തു. അങ്ങനെ 70 കട്ട് ചെയ്തപ്പോൾ എം ഡാഷ് എൻ ഡാഷ് കിട്ടി, അതായത് ഇവിടെ കിട്ടി. പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആണ് ഈ കാര്യം ശ്രദ്ധിക്കുന്നത്. ഇവിടെ ആൽഫ തന്നിട്ടുണ്ടല്ലോ 40 ഡിഗ്രി. അപ്പോൾ ഈ എം ഡാഷ് എൻ ഡാഷിൻ്റെ ആംഗിൾ മെഷർ ചെയ്തപ്പോൾ 40 ഡിഗ്രി കിട്ടി. അപ്പോൾ ഇത് ഒരു ഡാറ്റ എക്സ്ട്രാ വെറുതെ തന്നതാണ്. കാരണം ഇത് വേറെ ഏതെങ്കിലും ഒരു ആംഗിളാണ് തന്നതെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തെറ്റായി പോയിരുന്നു. കാരണം ഒന്ന് കൂടുതൽ ആൻസർ കിട്ടും. എം ഡാഷ് 20 mm എബോവും എൻ ഡാഷ് 25 mm ബിലോ ആകുമ്പോൾ എം ഡാഷ് എൻ ഡാഷ് ലെങ്ത് 70 ആണെങ്കിൽ അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ 40 ഡിഗ്രി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അത് 40 അല്ല കിട്ടുന്നത്, വേറൊരു ആംഗിളാണ്. ബട്ട് 40 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ 2 ആൻസർ ഉണ്ടാവും. അപ്പോൾ അത് തെറ്റായിരിക്കും ക്വസ്റ്റ്യൻ. ഇനി ഇവിടെ 70 എടുക്കുന്നതിന് പകരം, ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് എടുക്കുന്നതിന് പകരം ഇവിടുന്ന് 40 ഡിഗ്രി എടുത്തിട്ട് എം ഡാഷ് എൻ ഡാഷ് വരച്ച് കഴിഞ്ഞാൽ ഈ ലെങ്ത് മെഷർ ചെയ്താൽ 70 ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഇത് വരച്ച് വെച്ചു. എം ഡാഷ് എൻ ഡാഷ് ലൊക്കേറ്റ് ചെയ്തു. ഇനി നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട്, എം ഡാഷ് എൻ വൺ ഡാഷ്. ഓക്കെ, അതായത് ഇവിടെ കാണുന്ന എം ഡാഷ് എൻ വൺ ഡാഷ്. നമ്മളിപ്പോൾ ഇവിടുത്തെ എം ഡാഷ് എൻ ഡാഷ് ആണ് ഇവിടെ താഴോട്ടേക്ക് വരച്ചിരിക്കുന്നത്. എം ഡാഷ് എൻ വൺ ഡാഷിൻ്റെ ലെങ്ത് ട്രൂ ലെങ്ത് ആണ്, അതിൻ്റെ ആംഗിൾ തീറ്റയാണ്. ബട്ട് തീറ്റ ഇവിടെ തന്നിട്ടില്ല, പകരം ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 75 കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എൻ വൺ ഡാഷ് കിട്ടും. ഈ എൻ വൺ ഡാഷ് കിട്ടും. അത് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. അതെനിക്ക് കിട്ടിയിരിക്കുന്നത് 37 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇത്ര കിട്ടി. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് വ്യൂവും വരച്ചു, ട്രൂ ലെങ്തും വരച്ചു. നേരത്തെ പോലെ തന്നെ ഒരു ആൻസറും ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു 8 to 10 മാർക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആൻസർ കീയിൽ എങ്ങനെ വരുമെന്ന് അറിയില്ല. ഇനി ഫൈനൽ ടോപ്പ് വ്യൂ വരയ്ക്കണം. അപ്പോൾ എൻ ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ എൻ ഈ സെയിം ലൈനിലാണെന്നും അത് എക്സ് വൈ ലൈനിന് മുകളിലാണെന്നും നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇവിടെ തേർഡ് ക്വാഡ്രൻ്റ് തന്നു. അപ്പോൾ ബിഹൈൻഡ് വി പി ആണ്. അപ്പോൾ എക്സ് വൈ ലൈനിന് മുകളിൽ എവിടെയായിരിക്കും എൻ വരിക. ഇനി ഈ ഫിഗർ നോക്കുക. നമുക്ക് എൻ വൺ ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ എൻ കിട്ടും അത് നോക്കിയാൽ മനസ്സിലാവും. എൻ വൺ ഡാഷിൻ്റെ ടോപ്പ് വ്യൂ ആണ് എൻ വൺ. അത് എമ്മിലേക്കാണ് വരയ്ക്കേണ്ടത്. എം എൻ വൺ ലൈൻ എക്സ് വൈ ലൈന് പാരലാണ്. ഇവിടെ എം ഇതാണ്. ഓക്കെ, അപ്പോൾ എൻ വൺ ഡാഷിൻ്റെ ടോപ്പ് വ്യൂ ഇവിടത്തേക്ക് വരയ്ക്കുമ്പോൾ ഇവിടെ എം എൻ വൺ കിട്ടും. അത് ആണ് ടോപ്പ് വ്യൂയുടെ ലെങ്ത്. അങ്ങനെ നമ്മളിവിടെ എം എൻ വൺ ഡാഷിൻ്റെ ടോപ്പ് വ്യൂ ഇങ്ങോട്ടേക്ക് വരച്ചിട്ട് ലൊക്കേറ്റ് ചെയ്തു. എൻ വൺ ലൊക്കേറ്റ് ചെയ്തു. ഇനി എൻ വൺ കിട്ടിക്കഴിഞ്ഞാൽ എൻ എവിടെയാണ് കിട്ടുക? എം എൻ ആർക്ക് വരയ്ക്കുക? എൻ ടുവിൻ്റെ ലോക്കസിലേക്ക്, അല്ലെങ്കിൽ ഈ പ്രൊജക്ടറിലേക്ക്. ഈ പ്രൊജക്ടറിലേക്ക് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് എൻ. ഈ പ്രൊജക്ടർ ഓൾറെഡി നമുക്കറിയാം, ലോക്കസ് അറിയില്ലെങ്കിലും. അപ്പോൾ എം എൻ വൺ റേഡിയസിൽ ഒരു ആർക്ക് ഈ പ്രൊജക്ടറിലേക്ക് വരയ്ക്കുമ്പോൾ ഇവിടെ എൻ കിട്ടും. അങ്ങനെ എം എൻ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയി. അതാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. എൻ വണ്ണ് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഈ ലൈനിലേക്ക് മീറ്റ് ചെയ്യിപ്പിച്ചു. എൻ കിട്ടി. എന്നിലൂടെ ലോക്കസ് വരച്ചു. ഇനി നമുക്ക് ആകെ ഫൈൻഡ് ചെയ്യാനുള്ളൂ. ഇത്രയും ഫൈൻഡ് ചെയ്താൽ തന്നെ 15 to 16 മാർക്ക് കൊടുക്കണം. ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് വി പി മാത്രമേ ഫൈൻഡ് ചെയ്യാനുള്ളൂ. അതിന് എം എൻ ടു ആണ് വരയ്ക്കേണ്ടത്. അതായത് എം എൻ ടു ആണ് വരയ്ക്കേണ്ടത്. എം എൻ ടു വയ്ക്കുന്ന ആംഗിൾ 5 ആണ്. ബട്ട് എം എൻ ടുയുടെ ലെങ്തും എം ഡാഷ് എൻ വൺ ഡാഷിൻ്റെ ലെങ്തും സെയിം ആണ്. അത് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 75. അപ്പോൾ ഇവിടെ 75 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ലെങ്ത്ത് 75 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 5 കിട്ടും. അതായത് എനിക്ക് കിട്ടിയിരിക്കുന്നത് 20 ഡിഗ്രിയാണ്. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ എൻ ടു എങ്ങനെയാണ് കിട്ടുക? എൻ ഡാഷിനെ റൊട്ടേറ്റ് ചെയ്ത് എൻ ടു ഡാഷ് കിട്ടും. എൻ ടു ഡാഷിൽ നിന്നാണ് എൻ ടു കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ എൻ ഡാഷ് ഏതാണ്? ഇതാണ്. ഓക്കെ, ഈ എൻ ഡാഷിനെ റൊട്ടേറ്റ് ചെയ്ത് എക്സ് വൈ ലൈനിന് പാരലാക്കുക. അതായത് എം ഡാഷിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ എൻ ടു ഡാഷ് കിട്ടും. ഓക്കെ, എം ഡാഷ് എൻ ടു ഡാഷ്. ഇതിനെ എന്നിൻ്റെ ലോക്കസിലേക്ക് പ്രൊജക്റ്റ് ചെയ്താൽ, എന്നിൻ്റെ ലോക്കസ് ഇവിടെ നമുക്കറിയാം
ഇവിടത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ N2 കിട്ടും. ഓക്കെ, ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഈ ഒരു ഡാറ്റ എക്സ്ട്രാ എന്നത് കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാവും. ബട്ട് ഏത് ക്വാഡ്രൻ്റ് മാറിയ പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ കാര്യം ക്ലിയർ ആണെങ്കിൽ. സ്കീം നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു M', M, N' ഇത്രയും ലൊക്കേറ്റ് ചെയ്താൽ 3 to 4 മാർക്സ്. ഫ്രണ്ട് വ്യൂ ട്രൂ ലെങ്തും വരച്ച് കഴിഞ്ഞാൽ ഒരു 8 മാർക്കോളം കിട്ടും. പിന്നെ റൊട്ടേറ്റ് ചെയ്ത് N കണ്ടെത്തി കഴിഞ്ഞാൽ ബാക്കി മാർക്ക് ഫൈനൽ N2 ഇവിടെ കണ്ടെത്തി കഴിഞ്ഞാൽ 20 മാർക്സോളം കിട്ടും. നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷനിങ്ങിന് യൂഷ്വലി 2 മാർക്സാണ് വരുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് 5 മാർക്സ് വരെ ഉണ്ടായിരുന്നു. നീറ്റ്നെസ്സിന് 2ഉം ഡയമെൻഷനിങ്ങിന് 2 മാർക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ആൻസർ കീയിൽ എങ്ങനെയാണെന്ന് അറിയില്ല, അത് ഞാൻ പിന്നീട് ആൻസർ കീ വന്നതിന് ശേഷം ഒരു വീഡിയോ ചെയ്യാം.